ഗൈസ് ഇന്ന് മൂന്നിലൊന്ന് അറിഞ്ഞിട്ടേ ഉള്ളൂ കാര്യം. അറൗണ്ട് 1500 പ്രൈസ് റേഞ്ചിൽ കിട്ടുന്ന 3 കണ്ണിലുണ്ണിമാരാണ് എന്റെ കയ്യിലുള്ളത്. ക്യൂബോ സ്മാർട്ട് ക്യാം 360, TP ലിങ്ക് ടാപ്പോ C210, CP പ്ലസ് CPE35A. ഇതിന്റെ മൂന്നിന്റെയും കോമൺ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ മൂന്നിലും നിങ്ങൾക്ക് 3 മെഗാ പിക്സൽ സെൻസർ ആണ് കിട്ടുന്നത്. ഇത്തരത്തിലുള്ള ബോക്സുകളിലാണ് നമ്മുടെ 3 ഐറ്റവും വരുന്നത്. ആൻഡ് കൂട്ടത്തിൽ കുറച്ച് യമണ്ടൻ പെട്ടിയുള്ളത് ടാപ്പോക്ക് ആണെങ്കിലും ഉള്ളിലുള്ള സാധനങ്ങൾ മൂന്നെണ്ണത്തിന്റെയും ഓൾമോസ്റ്റ് സെയിം ആണ്. ക്യൂബോയ്ക്കകത്ത് നിങ്ങൾക്ക് ക്യാമറ, സ്ക്രൂസ്, ഗ്രിപ്പ്, അലൈൻമെന്റ് സ്റ്റിക്കർ, യൂസർ ഗൈഡ്, USB അഡാപ്റ്റർ, ഏകദേശം 1.5 മീറ്റർ നീളം വരുന്ന ഒരു മൈക്രോ USB പവർ കേബിൾ. TP ലിങ്കിനെ പറ്റിക്കകത്ത് നിങ്ങൾക്ക് ക്യാമറാസ്, സ്ക്രൂസ്, ഗ്രിപ്പ്, അലൈൻമെന്റ് സ്റ്റിക്കർ, സെപ്പറേറ്റ് ആയിട്ടുള്ള പ്ലേറ്റ്, യൂസർ ഗൈഡ് ആൻഡ് പവർ അഡാപ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നീളമുള്ള വയറാണ് പവർ അഡാപ്റ്ററിൽ കൊടുത്തിരിക്കുന്നതെങ്കിലും USB കേബിളുകൾ പോലെ നമുക്ക് സെപ്പറേറ്റ് ഇഷ്ടമുള്ള അളവിൽ മേടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി CP+ന്റെ പെട്ടി നോക്കുവാണെങ്കിൽ കമ്പാരിറ്റീവ്ലി രണ്ടെണ്ണത്തിന് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ലോക്കൽ പാക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം ഫസ്റ്റ് ടൈം ഞാൻ ഇത് ഓർഡർ ആക്കിയ സമയത്ത് ആമസോണിൽ നിന്നും എനിക്ക് കിട്ടിയത് ഈ സീൽ ബ്രോക്കൺ ആയ ഒരു പെട്ടിയാണ്. ആൻഡ് പെട്ടിക്കകത്ത് നിങ്ങൾക്ക് സ്ക്രൂസ് ഉണ്ട്, ഗ്രിപ്പ് ഉണ്ട്, വളരെ ചീപ്പായിട്ട് തോന്നിക്കുന്ന ഒരു പവർ അഡാപ്റ്ററും തീരെ നീട്ടമില്ലാത്ത ഒരു ടൈപ്പ് സി കേബിളും. ആൻഡ് വിചിത്രമായിട്ട് തോന്നിയ വേറൊരു കാര്യം, ഈ ഒരു സെപ്പറേറ്റ് ആയിട്ട് തരേണ്ട പ്ലേറ്റ് ഇവർ ഓൾറെഡി ഇതിൽ ഫിക്സ് ചെയ്താണ് വെച്ചിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഇതെനിക്ക് റിമൂവ് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് എനിക്ക് സ്ക്രൂ വെച്ച് എവിടെയും പിടിപ്പിക്കാനും പറ്റില്ല. ഐ ഡോണ്ട് നോ വൈ ഇൻ ദ പാക്കിംഗ് ഇറ്റ്സെൽഫ് ഇതിങ്ങനെ ഫിക്സ് ചെയ്ത് അൺറിമൂവബിൾ എന്നുള്ള രീതിക്ക് വെച്ചിരിക്കുന്നത്. TP ലിങ്കിന്റെ പെട്ടിയിൽ നിങ്ങൾക്ക് 2K എന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. പക്ഷേ റെസൊല്യൂഷൻ വൈസ് നോക്കുമ്പോൾ ക്യൂബോയിലും TP ലിങ്കിലും നിങ്ങൾക്ക് സെയിം 1296 പിക്സൽസിന്റെ റെസൊല്യൂഷൻ ആണ് വരുന്നത്. വിച്ച് മീൻസ് ക്യൂബോയിൽ സെപ്പറേറ്റ് ആയിട്ട് അഡ്വർടൈസ് ചെയ്തിട്ടില്ലെങ്കിലും ഇതും ഒരു 2K ക്യാമറയാണ്. മറുഭാഗത്ത് CP+ 1080p ക്യാമറയാണ്. ബിൽഡ് ക്വാളിറ്റി വൈസ് 3 ഡിവൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ ക്യൂബോ അത്യാവശ്യം കോമ്പാക്ട് ആയിട്ടുള്ള സൈസ് ആണ്. ഇത് എന്റെ കൈയുടെ ഇത്ര മാത്രമേ ഉള്ളൂ. ഗ്ലോസി ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് അത്യാവശ്യം വെൽ ബിൽഡ് ആയിട്ടുള്ള ഒരു ഫിനിഷ് നമ്മൾക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. കയ്യിൽ എടുക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു ഡെൻസിറ്റി അല്ലെങ്കിൽ ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. മറുഭാഗത്ത് TP ലിങ്ക് ടാപ്പോയും അത്യാവശ്യം വെൽ ബിൽഡ് തന്നെയാണ്. ഇത് മാറ്റ് ഫിനിഷിലാണ് വരുന്നത്. ബട്ട് ക്യൂബോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് അത്യാവശ്യം സൈസ് ഉള്ള ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഒരു ക്യാമറ ശ്രദ്ധിക്കും കമ്പയർ ടു ഇത്. ആൻഡ് ഓൾസോ ഈ ഒരു എഡ്ജസ് ഒക്കെ നോക്കുവാണെങ്കിലും അവിടെയൊക്കെ ചെറിയ രീതിയിൽ ഒരു മിസ്അലൈൻഡ് ആയിട്ട് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഐ തിങ്ക് നമ്മൾ ഡസ്റ്റി ആയിട്ടുള്ള പ്ലേസുകൾ ഇതിൽ ഉപയോഗിക്കുമ്പോൾ ഈ ഒരു ഡസ്റ്റ് ഇതിനകത്ത് കയറി പോകാനും മൂവ്മെന്റ് സ്റ്റക്ക് ആവാനുള്ള സാധ്യത കൂടുതൽ എനിക്ക് കാണുന്നുണ്ട്. ഇനി കൂടുതൽ ഏറ്റവും മോശം ബിൽഡ് ക്വാളിറ്റി എനിക്ക് CP+ തന്നെയാണ് തോന്നിയത്. അതിന് കുലുക്കുമ്പോൾ തന്നെ അകത്ത് എന്തോ കുലുങ്ങുന്ന ഒരു ഫീലാണ് എനിക്ക് വരുന്നത്. സോ വെരി പുവർ ബിൽഡ് ക്വാളിറ്റിയാണ് കമ്പയർ ടു അതർ 2. 3 ഡിവൈസുകളിൽ നിങ്ങൾക്ക് മൈക്രോ SD കാർഡ് ഇടാനായിട്ട് പറ്റും. ക്യൂബോയിൽ ജസ്റ്റ് നിങ്ങൾ ക്യാമറ മുകളിലേക്ക് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടാണ് നിങ്ങൾക്ക് മൈക്രോ SD കാർഡിന്റെ സ്ലോട്ട് വരുന്നത്. അപ് ടു 1 TB വരെയുള്ള മൈക്രോ SD ഇതിലിടാനായിട്ട് പറ്റും. TP ലിങ്കിലും നിങ്ങളുടെ ഈ ഒരു ലെൻസ് മുകളിലേക്ക് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടാണ് മൈക്രോ SD കാർഡ് ഇടാനായിട്ട് പറ്റുന്നത്. അപ് ടു 512 GB ആണ് TP ലിങ്ക് സപ്പോർട്ട് ചെയ്യുന്നത്. അതേപോലെ CP+ലാണെങ്കിലും ലെൻസ് ഒന്ന് മുകളിലേക്ക് ആക്കുമ്പോഴാണ് ഇവിടെ ആയിട്ട് മെമ്മറി കാർഡ് ഇടാനായിട്ട് പറ്റുന്നത്. ആൻഡ് ഇതിനകത്ത് നിങ്ങൾക്ക് 120 GB വരെ മാക്സിമം മെമ്മറി കാർഡ് ഇടാനായിട്ട് പറ്റുള്ളൂ. 3 ഡിവൈസുകളിൽ നിങ്ങൾക്ക് നൈറ്റ് വിഷൻ അവൈലബിൾ ആണ്. ഫ്രണ്ടിൽ നിങ്ങൾക്ക് IR LEDs വെച്ചിട്ടുണ്ട്. 3 നൈറ്റ് വിഷൻ കമ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഓൾമോസ്റ്റ് 3 പെർഫോമൻസ് ഈക്വലി ആയിട്ടാണ് തോന്നിയത്. ബട്ട് CP+ന്റെയും അതേപോലെ ക്യൂബോയിന്റെയും നൈറ്റ് വിഷൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. ക്യൂബോയിൽ നിങ്ങൾക്ക് മുന്നിലായിട്ടൊരു മൈക്ക്, ക്യൂബോ ലോഗോന്റെ താഴെയായിട്ടാണ് LED ഇൻഡിക്കേറ്റർ, ബാക്ക് സൈഡിലായിട്ട് നിങ്ങൾക്ക് സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. TP ലിങ്ക് ടാപ്പോയിൽ ഫ്രണ്ടിലായിട്ട് നിങ്ങൾക്ക് മൈക്രോഫോൺ, അതിന്റെ മുകളിലായിട്ട് LED ഇൻഡിക്കേറ്റർ ആൻഡ് ബാക്ക് സൈഡിലായിട്ടാണ് സ്പീക്കർ വന്നിരിക്കുന്നത്. CP+ നിങ്ങൾക്ക് ഫ്രണ്ടിലായിട്ട് മൈക്രോഫോൺ, മുകളിൽ ഒരു LED ഇൻഡിക്കേറ്റർ ആൻഡ് ബാക്ക് സൈഡിൽ സ്പീക്കേഴ്സ്. 3 ഡിവൈസുകളും എങ്ങനെയാണ് നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഗൈഡ് ഡിവൈസുകളുടെ പെട്ടിക്കകത്ത് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. സോ കറക്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് 3 ഡിവൈസുകളുടെയും ഇൻസ്റ്റാൾ ചെയ്യണം. ഇനി ആപ്ലിക്കേഷന്റെ ലുക്കും യൂസബിലിറ്റിയും പ്രകാരം എനിക്ക് തോന്നിയത് ക്യൂബോയിന്റെയും TP ലിങ്കിന്റെയും ആപ്ലിക്കേഷൻ അത്യാവശ്യം ഒരു മോഡേൺ ഫീൽ വരുന്നുണ്ട്. ബട്ട് CP+ന്റെ ആപ്ലിക്കേഷൻ ഒരു എന്തോ ഒരു തട്ടിക്കൂട്ട് ആപ്ലിക്കേഷൻ പോലെയാണ് തോന്നിയത്. ആൻഡ് ഈവൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ ക്യൂബോയിലായിക്കോട്ടെ TP ലിങ്കിലായിക്കോട്ടെ ഇവരുടെ ആ ഒരു ആപ്ലിക്കേഷൻ ആ ഒരു ബ്രാൻഡിന്റെ തന്നെ ആപ്ലിക്കേഷനാണ്. പ്ലസ് ക്യാമറയ്ക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾക്ക് ഇവരുടെ എന്ത് IoT പ്രൊഡക്ട്സും അതിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റും. CP+ന്റെ ഈസി ക്യാം പ്ലസ് ആപ്ലിക്കേഷനിൽ അവരുടെ വേറെയും IoT പ്രൊഡക്ട്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഓൾറെഡി CP+ന്റെ വേറെ CCTV ക്യാംസ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് ഈ ഒരു ആപ്ലിക്കേഷൻ അല്ല. ആൻഡ് ഈവൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ലോഡ് ആവുന്ന ആ ഒരു സമയം നോക്കുവാണെങ്കിൽ CP+ലാണ് അത്യാവശ്യം നല്ല ടൈം എടുക്കുന്നത്. കുറച്ചുകൂടി കുറവ് ടൈമാണ് TP ലിങ്ക് എടുക്കുന്നത്. ആൻഡ് ഏറ്റവും ലീസ്റ്റും ഫാസ്റ്റ് ആയിട്ട് ലോഡ് ചെയ്യുന്ന എനിക്ക് തോന്നിയത് ക്യൂബോ ആണ്. 3 ഡിവൈസുകളിൽ നിങ്ങൾക്ക് മോഷൻ ഡിറ്റക്ഷൻ ഉണ്ട്, പേഴ്സൺ ഡിറ്റക്ഷനും ഉണ്ട് ആൻഡ് മോഷൻ ട്രാക്കിംഗും ഉണ്ട്. നിങ്ങൾ എൻ്റെ അൺഫിൽറ്റേർഡ് ചാനലുള്ള വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം കുറച്ചധികം നാളായിട്ട് ഞാൻ ഈ 3 ഡിവൈസുകളും യൂസ് ചെയ്യുന്നുണ്ടായി, ടെസ്റ്റ് ചെയ്യുന്നുണ്ടായി.
അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ മോഷൻ ട്രാക്കിങ്ങിൽ പലപ്പോഴും ഫോൾസ് ഡിറ്റക്ഷൻസ് കൂടുതൽ വന്നിരിക്കുന്നത് CP+ലാണ്. അതായത് ഒരു മോഷൻ ഇല്ലെങ്കിൽ പോലും ഇത് മോഷൻ ഡിറ്റക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നത്. ഇൻ ദ മീൻ ടൈം TP ലിങ്കിന്റെ കാര്യം നോക്കുവാണെങ്കിൽ TP ലിങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മോഷൻ ട്രാക്കിംഗ് ആൻഡ് പേഴ്സൺ ഡിറ്റക്ഷൻ ഉണ്ടെങ്കിലും പല സമയങ്ങളിലും ഫോൾസ് ആയിട്ടുള്ള പോസിറ്റീവ് അല്ലെങ്കിൽ പല സമയങ്ങളിലും മോഷൻ ഉണ്ടായിട്ടും ഡിറ്റക്ട് ചെയ്യാത്ത ഒരു അവസ്ഥ കണ്ടു. ഇനി ക്യൂബോയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മോഷൻ ട്രാക്കിങ്ങും പേഴ്സൺ ട്രാക്കിങ്ങും ചെയ്യുന്നുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ ലൈവ് പ്രിവ്യൂ നോക്കുന്ന സമയത്ത് ക്യാമറ പാൻ ആവുമ്പോൾ നമുക്ക് ആ ഒരു പാൻ ആയി കഴിഞ്ഞൊരു ചെറിയൊരു ഡിലേ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഡിസ്പ്ലേയിൽ വരുന്നത് പോലെ ഫീൽ ചെയ്തത്. ബട്ട് ഐ തിങ്ക് ഇറ്റ് മൈറ്റ് ബി ഡിപ്പെൻഡിങ് ഓൺ യുവർ നെറ്റ്വർക്ക്. പക്ഷെ എന്തായാലും തെറ്റായിട്ടുള്ള ഡിറ്റക്ഷൻസ് വരാത്തിടത്തോളം കാലം അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല. ഇനി ഈ ഡിവൈസുകളിൽ നിങ്ങൾക്ക് ക്ലൗഡ് ബാക്കപ്പ് കിട്ടുമോ? ആക്ച്വലി 3 ഡിവൈസുകളിലും നിങ്ങൾക്ക് ക്ലൗഡ് ബാക്കപ്പ് കിട്ടും. ഞാൻ ആദ്യം SD കാർഡ് ഇടുന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. 3 നിങ്ങൾ SD കാർഡ് ഇട്ട് കഴിഞ്ഞാലും നിങ്ങൾക്ക് ക്ലൗഡ് ബാക്കപ്പ് ലഭിക്കും. പക്ഷേ 2 കാര്യങ്ങൾ നിങ്ങളിവിടെ നോട്ട് ചെയ്യാനുണ്ട്. ഒന്ന്, ക്ലൗഡ് ബാക്കപ്പുകളെല്ലാം സബ്സ്ക്രിപ്ഷൻ ബേസിലാണ്. ആൻഡ് രണ്ടാമത്തേത് TP ലിങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് മൈക്രോ SD കാർഡ് ഇടാതെ നമുക്ക് ക്ലൗഡ് ബാക്കപ്പ് ലഭിക്കുന്നത്. ബാക്കി 2 മൈക്രോ SD കാർഡ് ഉണ്ടെങ്കിലേ ക്ലൗഡ് ബാക്കപ്പ് ലഭിക്കുള്ളൂ. പക്ഷേ ഓൺ ദി അതർ ഹാൻഡ് TP ലിങ്കിന്റെ ക്ലൗഡിന്റെ സബ്സ്ക്രിപ്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 249 rupees ആണ്, വിച്ച് ഇസ് വെരി എക്സ്പെൻസീവ്. ബാക്കി 2 99 rupees ആണ് നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ വരുന്നത്. ആൻഡ് ഈവൻ TP ലിങ്കിൽ നിങ്ങൾ എടുക്കുന്ന സബ്സ്ക്രിപ്ഷൻ ആ ഒരു ഡിവൈസ് മാത്രമേ ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ക്യൂബോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ക്യൂബോയിൽ ആ ഒരൊറ്റ സബ്സ്ക്രിപ്ഷനിൽ ഇഷ്ടം പോലെ ഡിവൈസുകൾ ആഡ് ചെയ്യാനായിട്ട് പറ്റും. സോ CP+ൽ ഹെവിലി നിങ്ങൾ മൈക്രോ SD കാർഡിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ആൻഡ് ഇത് 128 GB വരെ മാത്രമേ മൈക്രോ SD കാർഡ് സപ്പോർട്ട് ചെയ്യുള്ളൂ എന്നുള്ളത് ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നി. സോ ക്ലൗഡ് സബ്സ്ക്രിപ്ഷൻ ഡെഫിനറ്റ്ലി നിങ്ങൾ എടുക്കാൻ പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ലീസ്റ്റ് കോസ്റ്റ് വരുന്നത് CP+ ആൻഡ് ക്യൂബോയിലാണ്. പക്ഷേ ക്യൂബോയിലുള്ള ഒരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയത് ഇതിൽ 1 TB വരെ മെമ്മറി കാർഡ് സപ്പോർട്ട് ചെയ്യും എന്നുള്ളതുകൊണ്ട് നിങ്ങൾ TP ലിങ്കിന് എടുക്കുന്ന ആ ഒരു സബ്സ്ക്രിപ്ഷൻ്റെ ആ ഒരു എമൗണ്ട് നിങ്ങളൊരു SD കാർഡ് ഇതിനകത്ത് മേടിച്ചിടുവാണെങ്കിൽ ആ ഒരു കാര്യം ലോങ് റണ്ണിൽ നിങ്ങൾക്ക് ലാഭമാവും. ആൻഡ് ഓൾസോ ക്ലൗഡ് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. TP ലിങ്കിൻ്റെ ക്ലൗഡ് ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഇസ് ആൻ ഇന്ത്യൻ ക്ലൗഡ്. കാരണം ഇത് ആക്ച്വലി സിംഗപ്പൂർ ബേസ്ഡ് ഒരു കമ്പനിയാണ് ഇതിൽ കാണുന്നത്. ആൻഡ് ഇതിൻ്റെ ക്ലൗഡ് എവിടെയാണെന്ന് നമുക്കറിയില്ല. ആൻഡ് ഇൻ കേസ് ഓഫ് CP+ അവർ ഇപ്പോഴാണ് ക്ലൗഡ് തുടങ്ങിയിരിക്കുന്നത്. ബട്ട് ഐ ഫെൽറ്റ് ആ ഒരു ക്ലൗഡിൽ നിന്ന് റിട്രീവ് ചെയ്യാൻ വരുന്ന സമയമൊക്കെ കുറച്ച് കൂടുതലാണ്. ഇനി ക്യൂബോ ആണെങ്കിൽ ക്യൂബോ ഇറ്റ്സ് ആൻ ഇന്ത്യൻ ബ്രാൻഡ്. ഐ മീൻ 3 മെയ്ഡ് ഇൻ ഇന്ത്യ ആണെങ്കിലും ഇത് ഇന്ത്യൻ ബ്രാൻഡാണ്. ആൻഡ് ഇവരുടെ ക്ലൗഡ് ഇന്ത്യ തന്നെയാണെന്ന് ഇവർ 100% പറഞ്ഞിട്ടുമുണ്ട്. സോ ഐ തിങ്ക് ക്ലൗഡ് സബ്സ്ക്രിപ്ഷൻ എടുക്കുവാണെങ്കിലും സേഫ്റ്റി വൈസ് കുറച്ചുകൂടി ബെറ്റർ ക്യൂബോ ആയിരിക്കും. 3 ഡിവൈസുകളിൽ നിങ്ങൾക്ക് 2-way കമ്മ്യൂണിക്കേഷൻ ലഭിക്കുന്നുണ്ട്. യെസ്, ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതിൽ നിന്ന് നിങ്ങൾക്ക് ഓഡിയോ കേൾക്കാനും ആൻഡ് നിങ്ങൾ മൈക്രോഫോൺ ഓണാക്കി കഴിഞ്ഞാൽ ആ മൈക്രോഫോണിൽ പറയുന്ന കാര്യങ്ങൾ ക്യാമറയിൽ നിന്നും കേൾക്കാനായിട്ടും സാധിക്കും. ആൻഡ് അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ 3 ഡിലേ ഒന്നും ഇല്ലാണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പ്ലസ് 3 ഡിവൈസുകളിൽ നിങ്ങൾക്ക് ആമസോൺ അലക്സയിലും അതേപോലെ OK ഗൂഗിളിനെ സപ്പോർട്ട് ഉണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ പ്രൈസിങ്ങുകൾ എത്രയാണ്? ക്യൂബോ സ്മാർട്ട് ക്യാം 360ന്റെ പ്രൈസ് വരുന്നത് 1490 രൂപ. TP ലിങ്ക് ടാപ്പോ C210ന്റെ പ്രൈസ് വരുന്നത് 1598 രൂപ. CP+ CP E35A ആണ് ഏറ്റവും ചീപ്പസ്റ്റ്, 1399 രൂപ. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസിൽ നോക്കുവാണെങ്കിൽ CP+ന് നിങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും ഭേദം. കാരണം അതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസും ബിൽഡ് ക്വാളിറ്റി ഒക്കെ തരുന്നത് ഒബ്വിയസ്ലി TP ലിങ്ക് ആൻഡ് ക്യൂബോ ആണ്. പക്ഷേ ഡെഫിനറ്റ്ലി ഇത്തരത്തിലുള്ള ക്യാമറകൾ നിങ്ങൾ സെക്യൂരിറ്റി പർപ്പസിൽ വെക്കുവാണെങ്കിൽ ഇതൊക്കെ അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ മെമ്മറി കാർഡ് ഇതിനകത്ത് ഇടുവാണെങ്കിൽ ഡാറ്റ ഉൾപ്പെടെ പോകും. സോ ഡെഫിനറ്റ്ലി ക്ലൗഡ് സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടത് ഒരു മസ്റ്റാണ്. ആൻഡ് ക്ലൗഡ് സബ്സ്ക്രിപ്ഷൻ എടുക്കുവാണെങ്കിൽ ചീപ്പായിട്ടുള്ള ക്ലൗഡ് സബ്സ്ക്രിപ്ഷൻ വരുന്നത് ക്യൂബോയിലാണ് കമ്പയർ ടു TP ലിങ്ക്. പക്ഷേ TP ലിങ്കിൽ വന്നൊരു വലിയ ഡ്രോബാക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവർ യൂസ് ചെയ്യുന്ന അഡാപ്റ്റർ എന്ന് പറയുന്നത് ഇവരെ പ്രൊപ്രൈറ്ററി അഡാപ്റ്ററാണ്. അത്യാവശ്യം ലെങ്ത് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പുറത്തെവിടെയെങ്കിലും വെച്ച് അതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് USB കേബിളുകളാണെങ്കിൽ സെപ്പറേറ്റ് എത്ര ലെങ്ത് വേണോ അത് മേടിക്കാൻ പറ്റും. എന്നാൽ ഇതിനകത്ത് ഈ കൊടുത്തിരിക്കുന്ന കേബിൾ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് ആ ഒരു രീതിക്ക് കുറച്ചുകൂടി കൺവീനിയൻറ്റ് ക്യൂബോ ആണ്. ഈ ഡിവൈസുകളെല്ലാം ഞാൻ ആമസോണിലാണ് പർച്ചേസ് ചെയ്തത്. ആൻഡ് ആമസോണിൽ ഞാൻ ഒരു പ്രശ്നം കണ്ടു. അത് ചിലപ്പോൾ ആമസോണിൻ്റെ പ്രശ്നമാവാം, സെല്ലറിൻ്റെ പ്രശ്നമാവാം, അല്ലെങ്കിൽ TP ലിങ്കിൻ്റെ പ്രശ്നമാവാം. TP ലിങ്ക് ഡിവൈസ് ഞാൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആമസോണിൽ കൊടുത്തിരിക്കുന്ന 2 ഇയേഴ്സിൻ്റെ വാറൻറ്റി ഉണ്ട് എന്നാണ്. ബട്ട് പ്രൊഡക്റ്റ് എൻ്റെ കയ്യിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ എഴുതിയിരിക്കുന്നത് കണ്ടോ, 1 ഇയറിൻ്റെ വാറൻറ്റിയാണ്. 2 ഇയർ എന്ന് അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്, 1 ഇയറിൻ്റെ വാറൻറ്റി മാത്രമേ കൊടുക്കുന്നുള്ളൂ. വിച്ച് ഐ ഫെൽറ്റ് ഇറ്റ്സ് എ ലിറ്റിൽ മിസ്ലീഡിങ്. കാരണം നല്ല വാറൻറ്റി 2 വർഷത്തെ വാറൻറ്റി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് മേടിക്കുന്ന ആൾക്കാരുണ്ട്. പെട്ടി കിട്ടുമ്പോൾ 1 ഇയറേ ഉള്ളൂ. സോ ഐദർ നിങ്ങൾ അത് അവിടെ കറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് നോക്കി ആരും പോയി TP ലിങ്ക് മേടിക്കരുത്, 1 ഇയറേ ഉള്ളൂ. ആൻഡ് വാറൻറ്റിയുടെ കാര്യം പറയുമ്പോൾ സപ്പോർട്ട് അല്ലെങ്കിൽ സർവീസിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ 3 ഡിവൈസുകളിലും നിങ്ങൾക്ക് ഇമെയിൽ വഴി കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ 3 ഡിവൈസുകളിലും ടോൾ ഫ്രീ ആയിട്ടുള്ള നമ്പർ വഴി കോൺടാക്ട് ചെയ്യാം. ക്യൂബോയ്ക്കകത്ത് ഒരു എക്സ്ട്രാ വാട്സാപ്പ് നമ്പറും കൂടെ ഉണ്ട്, വാട്സാപ്പിൽ കൂടെയും കോൺടാക്ട് ചെയ്യാം. സോ ടു കൺക്ലൂഡ്, നിങ്ങൾ ഒരു 1500 രൂപയ്ക്ക് താഴെ ഒരു നല്ല WiFi CCTV ക്യാമറ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ 3 ഐ വുഡ് പ്രിഫർ ക്യൂബോ സ്മാർട്ട് ക്യാം 360. കാരണം ഓവറോൾ കൊടുക്കുന്ന പൈസയ്ക്ക് വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് തോന്നിയതും ഇത് തന്നെയാണ്. ഞാൻ എന്തായാലും ഡിവൈസുകളുടെ ലിങ്ക് ഒക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ആൻഡ് വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ട് നിങ്ങൾ പെട്ടെന്ന് ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ബെല്ലേക്ക് ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ വിളിച്ചാൽ മറക്കണ്ട. നമ്മൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.